ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പിന്നെ ഞങ്ങൾ വാക്യൂം ക്ലീനർ മേടിക്കാൻ പോവാണ്. അപ്പം ഞങ്ങൾ നന്ദിലത്തിലൊക്കെ പോയി നോക്കാനാണ് വിചാരിക്കുന്നത്. ഞങ്ങൾ ഏതാണ് നല്ലത് നോക്കിയിട്ടൊക്കെ ഞങ്ങൾ മേടിക്കും. ഞങ്ങൾക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞങ്ങൾ നന്ദിലത്തേക്ക് എത്തിയിട്ടു. അപ്പോൾ ഞാൻ അവിടെ എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് വാക്യൂം ക്ലീനർ അവിടെ പോകുമ്പോൾ കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ അത് നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അവിടെ ഇങ്ങനെ വാട്ടർ ഫിൽറ്റേഴ്സ് ഒക്കെ കുറേ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മെയിനായിട്ട് കളറ് വൈറ്റ്, ബ്ലാക്ക്, പിന്നെ ഒരു ബ്ലൂ കളറാട്ടോ. അപ്പോൾ ഇതിൽ നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹോട്ടാണോ കോൾഡ് വാട്ടർ ആണോ വേണമെന്ന് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ട്. അപ്പോൾ അതിൻ്റെ അടിയിൽ ഗ്ലാസ് വെച്ചാൽ മതി. അപ്പോൾ അതിൽ കൂടെ വെള്ളം വീഴും. പിന്നെ ഇത് രണ്ടും കാണാത്ത മോഡലാട്ടോ, ഒരു ബ്ലാക്ക് കളറുള്ളതാട്ടോ. അപ്പോൾ ഇത് എവിടെ നിന്നാണ് ആ വെള്ളം തന്നെ, ആ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് തരാൻ തോന്നുന്നുണ്ട്. പിന്നെ ഇതൊരു മിറർ പോലെ ഒരു റിഫ്ലക്ഷൻ പോലെ ആട്ടോ. പിന്നെ തൊട്ടപ്പുറം തന്നെ കുറേ ഫ്രിഡ്ജുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ വെറുതെ തുറന്നു നോക്കി. അത് അത്യാവശ്യം സ്പേഷ്യസ് ആട്ടോ എല്ലാം. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറം തന്നെ കുറേ മോഡേൺ ആയിട്ടുള്ള ഗ്യാസ് സ്റ്റവ് ഒക്കെ ഉണ്ടായിരുന്നു. 3 2 4 ഒക്കെ ഉള്ളത്. പിന്നെ ഞങ്ങൾ മേടിച്ച വാക്യൂം ക്ലീനർ ഒരു മീഡിയം സൈസ് ഗ്രേ ഓറഞ്ച് കളറാട്ടോ മേടിച്ചത്. അപ്പോൾ അത് നല്ല യൂസ്ഫുൾ ആട്ടോ. അപ്പൊ ഞങ്ങൾ വാക്യൂം ക്ലീനർ എന്താ മേടിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു റൂം സെറ്റാണ്, മേക്ക് ഓവർ പോലെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പൊ കണ്ടില്ലേ, ഈ റൂം ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പെയിന്റിങ് ആട്ടോ കഴിഞ്ഞിരിക്കുന്നത്, വേറെ ഒന്നും കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇന്റീരിയറൈസ്ഡ് ഒക്കെ ചെയ്യാന്നായിട്ട് വിചാരിച്ചു. ചെറിയൊരു റൂമാണ്. അപ്പൊ തുടങ്ങിയിട്ടുള്ളൂ. ഈ ഒരു പെയിന്റിങ് മാത്രമായിട്ട് കഴിഞ്ഞിരിക്കുന്നത്, ഈ ഇതുകൾ മാത്രം കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെ ഇവിടെ തുടങ്ങിയിരിക്കുന്നത് ഇതൊക്കെ തുറന്നിട്ടിട്ടുണ്ട്. ഇവിടെ വേറെ എണ്ണം വരാൻ. പിന്നെ ഇവിടെ പുതിയതൊരെണ്ണം ഇങ്ങനത്തെ വരുന്നുണ്ട്. പിന്നെ കുറേ വയറുകളൊക്കെ ഇങ്ങനെ തുറന്നിട്ടുണ്ട് കേട്ടോ അവിടെ, ഈ ലൈറ്റുകളൊക്കെ വരാൻ. അപ്പോൾ ഇപ്പോഴത്തേക്ക് അത് മാത്രമാണ് കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനിയും കുറേ സാധനങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഈ റൂമൊക്കെ കുറേ ക്ലീൻ ആക്കാനൊക്കെ ഉണ്ട്. നിറച്ച് പൊടിയാണ്. ഓരോ പണികളിൽ കഴിഞ്ഞ് വരുമ്പോൾ നിറച്ച് പൊടിയാണ്. അപ്പോൾ അതിനനുസരിച്ച് ഞങ്ങൾ വാക്യൂം ക്ലീനർ മേടിച്ചത്. അപ്പോൾ നമുക്ക് എളുപ്പത്തിലൊക്കെ ക്ലീൻ ചെയ്യാനും, നമ്മളിപ്പോൾ എത്ര തുടച്ച് കഴിഞ്ഞാലും ആ എല്ലാം പൊടി നമുക്ക് പോയി കിട്ടില്ല. അപ്പോൾ നമ്മളൊരു വാക്യൂം ക്ലീനർ മേടിക്കുമ്പോൾ നമുക്കത് പെട്ടെന്ന് ഇങ്ങനെ പോയി കിട്ടില്ല. അതൊക്കെ ഞങ്ങൾ മേടിച്ചത്. അപ്പോൾ ഇനിയുണ്ട് സാധനം തന്നെ. അപ്പോൾ നിങ്ങളെല്ലാവരും നോക്കിക്കോളോ, വെയിറ്റ് ചെയ്തോളോ. അപ്പോൾ ഇപ്പോഴത്തേക്ക് ബൈ. അപ്പോൾ ഗൈസ്, ഇതാട്ടെ റൂമിന്റെ ബിഫോർ. അപ്പൊ ഇനി നമുക്ക് ആഫ്റ്റർ കണ്ട് നമുക്ക് പോയി കാണാം. കാണാൻ വേണ്ടി ഇതിന്റെ അടിയിൽ ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ 3 ഇങ്ങനെ സർക്കിൾ ആയിട്ടുള്ള ഇങ്ങനത്തെ ലൈറ്റ്സ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അവിടെ കണ്ടോ, ഇങ്ങനത്തെ ഒരു സ്ട്രിപ്പ് വരുന്നുണ്ട്. ഇങ്ങനത്തെ 3 അവിടെ വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ മേലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്നത് ആ ഒരു സെയിം ലൈറ്റ് കണ്ടില്ലേ. പിന്നെ ഇതിൽ ഞങ്ങൾ ജസ്റ്റ് ഒരു ഡെക്കറേഷന് വേണ്ടി ഞങ്ങൾ കുറെ സാധനങ്ങൾ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഇങ്ങനത്തെ കണ്ട ഇത് ക്യൂട്ടായിട്ടുള്ള ഇങ്ങനെ സാന്റാ ക്ലാസിന്റെ സാധനങ്ങളൊക്കെ ഞങ്ങളത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനത്തെ ഓരോ ക്യാൻഡിൽസും, പിന്നെ ഇത് ഇങ്ങനത്തെ സാധനം കേട്ടോ. കണ്ട ഇങ്ങനെ ആക്കുമ്പോൾ നമ്മളിത് ഇങ്ങനെ പെട്ടെന്ന് വെക്കുമ്പോൾ നല്ല രസമാട്ടോ അത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ക്യാൻഡിൽ വീഡിയോ ഞങ്ങൾ വെച്ചിട്ടുണ്ട്. ഇത് മറ്റേതുപോലെ തന്നെ സെയിം ഇങ്ങാട്ടോ. ഇതില് സാന്റാ ക്ലാസും ഒരു കുട്ടിയാണ്. ഇങ്ങനെ നമ്മളിങ്ങനെ കമത്തുമ്പോൾ ഈ സ്നോ ഫ്ലേക്ക് പോലത്തെ സാധനം ഇങ്ങനെ വരും. പിന്നെ വീണ്ടും ക്യാൻഡില്, പിന്നെ അങ്ങനത്തെ സെയിം തന്നെയായിട്ടുള്ള ഒരു സാന്റാ ക്ലോസ് ഒരു ട്രെയിനിൽ ഇരിക്കുന്നതാണ്. അതും ഇങ്ങനെ തന്നെ ചെയ്യട്ടോ. നല്ല രസമാട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഒരു ക്യാൻഡിൽ ആട്ടോ. ഇതൊരു പിങ്ക് കളറിലെ ഒരു ക്യാൻഡിലാണ്.
പിന്നെ ഇത് ഇങ്ങനത്തെ മറ്റേതിന്റെ വേറെ ഉണ്ടാട്ടോ ഈ ഒരു സാന്റാക്ലോസിന്റെ സാധനം. പിന്നെ കിടക്കണത് നമ്മുടെ ഈ ഒരു ബ്ലോക്ക് പോലത്തെ ഒരു സാധനം കേട്ടോ. അതായത് നമുക്ക് ഇങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ നമുക്ക് വെക്കാം. അപ്പൊ ആദ്യത്തെ കള്ളിയിൽ ഞങ്ങൾ വെച്ചിരിക്കുന്നത് ഞങ്ങളുടെ പണ്ടത്തെ ഫാമിലി ഫോട്ടോ ആട്ടോ. ഇതിലൊക്കെ ഞാൻ ഭയങ്കര ചെറുപ്പമായിരുന്നു. ഇതാട്ടോ ഞാൻ ചെറുതായിട്ടുള്ളതാട്ടോ. അപ്പൊ ഞാൻ ഭയങ്കര ചെറുപ്പത്തിലായിരുന്നു ഇട്ടത്. പിന്നെ ഞങ്ങള് ഈ ഒരു കട്ടിൽ ഞങ്ങൾ അത്രയും സാധനമൊന്നും വെച്ചിട്ടില്ല. അപ്പൊ ഞങ്ങൾ ഈ ഒരു നേരത്തെ തന്നെയാണ് കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഞങ്ങള് സാധനങ്ങൾ വെക്കും. പിന്നെ രണ്ടാമത്തെ കള്ളിയിൽ വരുന്നത് ഇത് ഞങ്ങൾ ദുബായിൽ പോയപ്പോൾ മേടിച്ചതാട്ടോ. ഒരു ബുർജ് ഖലീഫത്തെ പോലത്തെ ഒരു സാധനമാട്ടോ മേടിച്ചത്. പിന്നെ ക്യാമിലൊക്കെ ഉള്ളതാട്ടോ മേടിച്ചിരിക്കുന്നത്. പിന്നെ ഇങ്ങനത്തെ വേറെ ഒരെണ്ണം ഒരു ക്യാൻഡിലാണ്, ലാൻറ്റം പോലത്തെ ഒരു ക്യാൻഡിലാണ് മേടിച്ചിരിക്കുന്നത്. പിന്നെ അതിൻ്റെ അടിയിൽ വരുന്നത് നമ്മൾ നേരത്തെ കണ്ട ഒരു ഗ്രീൻ ലാൻഡൺ പോലത്തെ ഉള്ളതും പിന്നെ ഈ ഒരു ഇതാട്ടം. ഇത് 2 കുട്ടികൾ ഇങ്ങനെ സ്നോ എറിഞ്ഞ് കളിക്കുന്നത് പോലെയാണ്, ഒരു ക്രിസ്മസ് തീമായിട്ടുള്ളതാട്ടത്. പിന്നെ ആ സെയിം ആയിട്ടുള്ള ആ ഒരു റെഡ് ലാൻഡാണ്. ഇതിൽ നമുക്ക് ക്യാൻഡിൽ കത്തിക്കുന്ന നല്ല രസമാട്ടോ ഇതൊക്കെ രാത്രി കാണാൻ. പിന്നെ അത് രണ്ടും സെയിം തന്നെ ഇത്. പിന്നെ ഞങ്ങളിത് ദുബായ് ഫ്രെയിമിൽ പോയപ്പോൾ എടുത്ത ഫോട്ടോ ആട്ടോ. ഇതൊക്കെ ഭയങ്കര പണ്ടത്തെ ഫോട്ടോ ആണ്. ഇതൊക്കെ നമ്മൾ ഇനി വീണ്ടും എടുക്കണം, എന്നാലാണ് ഇനി രസം ഉണ്ടാവുള്ളൂ ഇപ്പൊ കാണുമ്പോൾ. പിന്നെ ഇതിന്റെ അടിയിൽ വരുന്നത് ഞങ്ങള് പിൻട്രസ്റ്റിൽ നിന്ന് നോക്കിയിട്ട് ഞങ്ങള് കുറച്ച് ആർട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഈ വെക്കേഷൻ നേരത്ത്. അപ്പൊ ഇതാട്ടോ നമ്മളിങ്ങനെ ടിഷ്യൂ കൊണ്ട് നമ്മളിതാക്കും, കണ്ടില്ലേ, ഒരു 3D പോലെ ആട്ടത്. ഞങ്ങളപ്പോ ഇത് ആദ്യം ഞങ്ങൾ വരച്ചു. എന്നിട്ട് ഞാനും എന്റെ സിസ്റ്റർ ആട്ടത് ചെയ്തത്. ഇതില് ടിഷ്യൂ പേപ്പറിൽ കുറച്ച് ഗ്ലൂ ആക്കിയിട്ട് കുറെ പെയിന്റ് അടിച്ചു. എന്നിട്ട് നമുക്ക് വേണ്ട ഡിസൈനിൽ ഞങ്ങൾ ചെയ്തു. പിന്നെ ഇത് പുറത്ത് ഞങ്ങൾ ഒരു ബോർഡർ പോലെ ഞങ്ങൾ ഈ ഒരു ക്യാൻവാസിൽ അങ്ങനെയാട്ടോ ചെയ്തിരിക്കുന്നത്. പിന്നെ ഞങ്ങള് ഒരു ആൻഷ്യന്റ് ടൈം പോലെ ഞങ്ങള് പണ്ടത്തെ ആൾക്കാരൊക്കെ ഉപയോഗിക്കുന്ന ഒരു ലാൻഡ് ഫോണൊക്കെ ഇല്ല, നമ്മൾ ഈ നമ്പറൊക്കെ വെച്ച് ഇതാക്കണത്. പക്ഷെ ഇതിന്റെ കണക്ഷൻ ഞങ്ങൾ വെച്ചിട്ടില്ല. അപ്പൊ അത് നമ്മൾ വെക്കണം, ട്രൈ ചെയ്ത് നോക്കണല്ലേ ഒരു ദിവസം. അപ്പൊ ഇത് ഞങ്ങൾ വെച്ചിട്ടുണ്ട് ഇവിടെ. പിന്നെ വരുന്നത് നമ്മുടെ ഈ ഒരു സൈഡ് ടേബിൾ ആട്ടോ ഗൈസ്. ഈ ഒരു സൈഡ് ടേബിൾ തന്നെ കുറെ ഞങ്ങളുടെ ട്രോഫികളുണ്ട്. ഞങ്ങളിങ്ങനെ ഓരോന്ന് ഡാൻസ് ഇതൊക്കെ ചെയ്തിട്ടുള്ള ഞങ്ങൾക്ക് കുറെ ട്രോഫീസ് ഉണ്ട്. അപ്പോൾ എൻ്റെ ചേച്ചിക്ക് 5 എനിക്ക് 5 അങ്ങനെയാണ് കേട്ടോ. അപ്പൊ പകുതി എന്റെയും പകുതിയും എൻ്റെ ചേച്ചിയുടെയാണ്. കണ്ടില്ലേ, ഇതുകളൊക്കെ കുറെ ഇത് ഞങ്ങൾക്ക് ഉള്ളതൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ, 10 ട്രോഫി ഉണ്ട് കേട്ടോ ഇപ്പൊ ഞങ്ങൾക്ക്. അപ്പൊ ഇത് ഞാൻ വീഡിയോയിൽ കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇതൊക്കെയാണ് ഞങ്ങളുടെ ട്രോഫി. പിന്നെ ഇവിടെ ഒരു കുഞ്ഞൊരു ലാമ്പ് പോലെ ഉണ്ട് കേട്ടോ, ഒരു മഷ്റൂമിന്റെ ലാമ്പാട്ടോ. നല്ല ക്യൂട്ടാട്ടോ. നമ്മൾ രാത്രിയൊക്കെ ഇത് വെക്കുമ്പോൾ നല്ല രസമാണ്. അതിന്റെ ക്ലിപ്പ് ഇപ്പൊ ഞാൻ കാട്ടിത്തരാം. അപ്പൊ കഴിച്ച് കണ്ടോ, ഇതാട്ട ലാമ്പ്. ഇത് രാത്രി ഇങ്ങനെ കിടന്ന് ഉറങ്ങുമ്പോ നല്ല രസമായിട്ടത് കാണാം. ഒരു മഷ്റൂമിന്റെ ഷേപ്പ് ആയിട്ടുള്ളതാട്ടോ, ഇങ്ങനെ പല ഡിസൈനിലൊക്കെ ആയിട്ട്. അപ്പൊ നമുക്കത് അങ്ങനെ ഭയങ്കരമായിട്ട് ലൈറ്റ് തോന്നില്ല, എന്നാലും ലൈറ്റ് ഉണ്ട്. നല്ല രസമാട്ടോ ഈ ലാമ്പ്. ക്യാമറ കോഡ് ഇത് എങ്ങനെയാ കാണുന്നതെന്ന് എനിക്കറിയില്ല. നേരിട്ട് കാണുമ്പോൾ ഒരു മഷ്റൂം പോലെ ആട്ടോ. നല്ല രസമാട്ടോ ഇത് കാണാൻ. ഇതാട്ടോ ഗൈസ്, ഇങ്ങനെ കണ്ട നല്ലൊരു മഷ്റൂം ഷേപ്പുള്ളതാട്ടോ. അപ്പൊ ഇനി നമുക്ക് ലൈറ്റ് ഇടാം, അല്ലെങ്കിൽ നമുക്ക് മറ്റേതിലൊന്നും നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. അപ്പൊ നമുക്കിനി ലൈറ്റ് ഇട്ട് തുടങ്ങാം. അപ്പൊ പിന്നെയുള്ളതാണ് നമ്മുടെ ഇത് ഞാൻ കാട്ടിയാന്നു. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ അടിയിൽ തന്നെ നമുക്ക് അത്യാവശ്യം. അപ്പൊ ഈ ഒരു ട്രോഫി കണ്ട ഇങ്ങനെ ഒരു ഇത് നിൽക്കണത്, ഈ ട്രോഫി ഞാൻ UKG ഞങ്ങളൊരു റാംബോക്കിന്റെ ഇതിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് ഫൈനലിസ്റ്റ് ഒക്കെ ആയിരുന്നു കേട്ടോ അതില്. അപ്പൊ ഞങ്ങൾക്ക് ട്രോഫി കിട്ടിയതാണ്. എനിക്കും എന്റെ ചേച്ചിക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ ആ 2 ട്രോഫി. പിന്നെ ഇത് ഞങ്ങൾക്ക് സ്കൂളില് എനിക്ക് പ്രൊഫിഷ്യൻസി കിട്ടിയപ്പോഴാട്ടോ ഈ ഒരു ട്രോഫി കിട്ടിയത്. പിന്നെ ഈ ഒരു ട്രോഫിയും എനിക്ക് പ്രൊഫിഷ്യൻസി കിട്ടിയിട്ട് തന്നെയാണ്. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഞങ്ങൾക്ക് ഇത് ഡാൻസാണ്. ഡാൻസ് ഇതിലൊക്കെ ഡാൻസാണ്, മിക്കത് ഞങ്ങൾക്ക് ഡാൻസ് ആട്ടെ. ഞങ്ങൾ ഡാൻസിന് കോമ്പറ്റീഷനിലൊക്കെ ഞങ്ങൾ കുറെ പോവാറുണ്ട്. അപ്പൊ അതിനൊക്കെ ഞങ്ങൾക്ക് കിട്ടുന്ന ട്രോഫികളാണ്. പിന്നെ ഇതിന്റെ അടിയിൽ നമുക്ക് കണ്ട കുറെ സ്റ്റോറേജ് ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ഒരു ഡ്രോവർ ഉണ്ട്, രണ്ടാമത്തെ ഡ്രോവർ ഉണ്ട്,
പിന്നെ ഇതാ ഇവിടെ ഇങ്ങനത്തെ ഒരു കള്ളി പോലത്തെ സാധനമുണ്ട്. അപ്പൊ ഇതിൽ നമുക്ക് അത്യാവശ്യം സാധനങ്ങൾ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ചെറിയ സാധനം ഉണ്ടല്ലോ, നമുക്ക് ഈ റൂമിൽ കുറെ സ്റ്റോറേജ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇതിൽ നമുക്ക് അത്യാവശ്യം സാധനങ്ങൾ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. പിന്നെ അതിന്റെ അതിന്റെ അറ്റത്തായിട്ടൊരു ഓപ്പൺ സ്പേസ് പോലെ വരുന്നുണ്ട്. അപ്പൊ അതിൽ നമുക്ക് ഇങ്ങനെ വലിയ സാധനങ്ങളൊക്കെ നമുക്ക് ടേബിളിൽ അടിക്കോളം അങ്ങനെ തന്നെ കയറ്റാം. അപ്പൊ ഞാനിപ്പോ കാട്ടിത്തരാം കേട്ടോ. അപ്പൊ ഇതാണ് ആ ഓപ്പൺ സ്പേസ്. ഇതിൽ നമുക്ക് അത്യാവശ്യം സാധനങ്ങൾ ഇങ്ങനെ വെക്കാം കേട്ടോ. അപ്പൊ ഞങ്ങള് ഇന്ന് പുറത്തേക്ക് പോയിട്ട് ഞങ്ങൾ ഈ റീഷയുടെ രൂപം വെച്ചിട്ടോ. ഞാൻ എന്റെ ഈ റൂമിലത്തെ ഈ സ്റ്റഡി ടേബിളിന്റെ അവിടെ ഞാട്ടോ വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു ക്യാൻഡലുമാണ് ഞാൻ വെച്ചിരിക്കുന്നത്. പിന്നെ ഇതാട്ടോ എന്റെ സ്റ്റഡി ടേബിൾ. അത്യാവശ്യം നീട്ടാണ് സ്റ്റഡി ടേബിൾ. എന്റെ കയ്യിൽ അത്രയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് സുഖമായിട്ട് ഇങ്ങനെ ഓരോ ബുക്കുകളൊക്കെ വെച്ച് നമുക്ക് ഇരിക്കാൻ പറ്റും. പിന്നെ ഈ സ്റ്റഡി ടേബിളിന്റെ തൊട്ടടിയിൽ തന്നെയായിട്ട് നമുക്ക് ഒരു വലിയൊരു ഡ്രോവർ വരുന്നുണ്ട് കേട്ടോ. നോക്കിയ എന്തോരം വലുതാന്ന് നോക്കിയത്. എന്റെ കൈയുടെ പകുതി മുക്കാലും ഉണ്ട്. ഇത് ഭയങ്കര വലുതാട്ടത്. നമുക്ക് ഇതിലാണെങ്കിൽ കുറെ ഡ്രസ്സുകളൊക്കെ നമുക്ക് വേണമെങ്കിൽ സ്റ്റോർ ചെയ്യാം. അല്ലെങ്കിൽ ഇങ്ങനെ പഠിക്കേണ്ട വല്ല സ്റ്റേഷനറി ഐറ്റംസോ പിന്നെ വലുത് നമുക്ക് സ്റ്റോർ ചെയ്യാം. കുറെ സ്ഥലം ഉണ്ട് കേട്ടോ ഇവിടെ. അതുപോലത്തെ സെയിം ഇങ്ങായിട്ടും ഇവിടെ അങ്ങനത്തെ ഒരു ഡ്രോവർ വരുന്നത്. ഈ സെയിം അളവിന് ഇങ്ങായിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ എനിക്കാണെങ്കിൽ ഇവിടെ കണ്ടോ ഇങ്ങനെ കുറച്ച് പാനലിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ പാനലിങ് വന്നപ്പോ നല്ല രസമായി. ഈ ഒരു പ്രത്യേകത ഒരു ഡിസൈൻ ആട്ടതിൽ. അപ്പൊ നമുക്ക് ഇങ്ങനെ ഇതന്നെ ഇങ്ങനെ വരുമ്പോ ഒരു ഫിനിഷ് ലുക്കാട്ടോ ഈ ഒരു സൈഡ് ടേബിളൊക്കെ. അപ്പൊ നമുക്ക് നല്ല രസമായിട്ട് ഇങ്ങനെയാണ്. ഈ ശബ്ദം കേട്ടില്ലേ, നല്ല രസമായിട്ട് ശബ്ദം കേൾക്കാൻ. പിന്നെ ഞങ്ങള് ഇവിടെ ഒരു സ്വിച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സ്വിച്ച് മിക്ക എല്ലാ ലൈറ്റും ഇവിടെ ഇതാക്കുന്നുണ്ട്. പിന്നെ ഇതൊരു എ സിയുടെ സ്വിച്ചാണ്. പക്ഷെ ഞങ്ങൾ എ സി ഒന്നും മിക്കുന്നില്ല. എനിക്ക് എ സിയുടെ ആവശ്യമില്ല. ചെറിയൊരു റൂമല്ല. അപ്പൊ പിന്നെ ഒരു ഫാനിന്റെ ആവശ്യം തന്നെ എനിക്ക് മതി. എ സിയുടെ ആവശ്യം എനിക്ക് ആവശ്യമില്ല. പിന്നെ ഉള്ളത് ഇതിന്റെ മേലത്തെ കബോർഡുകളാട്ടോ. ഇതും ഭയങ്കര വലിയ സ്പേഷ്യസ് തന്നെയാണ് കേട്ടത്. കണ്ട തുറക്കുമ്പോ തന്നെ കണ്ട എന്തോരം വരില്ല. അപ്പൊ ഇതിലും നമുക്ക് ഇങ്ങനെ കുറെ ഡ്രസ്സ് പോലത്തെ കുറെ ഐറ്റംസ് നമുക്ക് ഇങ്ങനത്തെ ഇതിൽ സ്റ്റോർ ചെയ്യാം. അതുപോലെ തന്നെയാട്ടോ ഈ 3 ആ സെയിം അളവിൽ തന്നെയാണ് ഇതുകളൊക്കെ. ഈ ഒരു പിസ്താഷ്യോ ഗ്രീനിലാണ് ഇതുകളൊക്കെ വന്നിരിക്കുന്നത്. പിന്നെ ഇതൊരു വുഡിന്റെ കളറൊക്കെ പോലെ തന്നെയാണ് ഈ ഒരു സൈഡ് ടേബിളിന്റെ അവിടെ വന്നിരിക്കുന്നത്. പിന്നെ ഈ ഒരു കസാര നല്ല സോഫ്റ്റ് ആട്ടോ. നല്ല കുഷ്യനൊക്കെ ആയിട്ടുള്ള ഒരു സോഫ്റ്റ് ആണ്. ഇങ്ങനെ സാറ്റിന്റെ വെൽവെറ്റിന്റെ ഒക്കെ പോലത്തെ ഫിനിഷ് ആയിട്ടുള്ളതാണ്. അപ്പൊ നല്ല സോഫ്റ്റ് ആട്ടോ. ഇതിലൊക്കെ ഇരുന്ന് പഠിക്കാനൊക്കെ നല്ല രസം ഇരുന്ന് പഠിക്കാൻ. ഇതും ഒരു പിസ്താഷ്യോ ഗ്രീൻ എന്ന് പറയാൻ പറ്റില്ല. എന്നാലും ഇതിനെക്കാട്ടും ഒരു ഏകദേശം ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു ഗ്രീനാണ്. എന്നാലും ഇതിനൊക്കെ എല്ലാത്തിനും മാച്ച് ആയിട്ട് പോണ ഒരു കളറാണിത്. പിന്നെയാണ് നമ്മുടെ ബെഡ്. ഈ ബെഡാണ് എന്റെ മോനോ നല്ല സുഖ ഇതിന് കിടക്കാന്. ചാടി കിടന്നുറങ്ങും. അത്രയും സുഖമാണ് ഇതിൽ കിടക്കാൻ വേണ്ടി. കണ്ടില്ലേ, ഇത് ഞങ്ങള് മേടിച്ച കംഫർട്ടറാണ് കേട്ടത്. പിന്നെ വൈറ്റും പൂക്കളൊക്കെ ആയിട്ടുള്ള കംഫർട്ടറാണ് ഇത് ഞങ്ങൾ മേടിച്ചത്. അതായത് ഡബിൾ സൈഡാണ്. ഈ ഒരു സൈഡിൽ പൂക്കളാണെങ്കിൽ ഈ സൈഡിൽ പിങ്ക് അങ്ങനത്തെ കണ്ടായിട്ടാണ് കേട്ടോ. ഈ കളർ വൈറ്റ് വന്നപ്പോ നല്ല മാച്ചിങ് ആയിട്ട് റൂമിലേക്കൊക്കെ. പിന്നെ ബെഡ്ഷീറ്റ് വരുന്നത് ഈ ഒരു സെയിം ഷെയ്ഡിലായിട്ടുള്ള പിങ്ക് ആട്ടോ ബെഡ്ഷീറ്റ് വരുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ പില്ലോ കേസ്. നല്ല ക്യൂട്ടാണ് ഈ പില്ലോ കേസ്. നല്ല സോഫ്റ്റ് ആണ് ഈ പില്ലോ. ഈ പില്ലോ ഞങ്ങൾ പുതിയത് മേടിച്ചത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പില്ലോയും. പിന്നെ വരുന്നതാണ് നമ്മുടെ ഹെഡ് റെസ്റ്റ് സീനാണ്. കണ്ടില്ലേ, ഒരു മെറൂൺ കളറില് മെറൂൺ കളർ സീൻ മെറൂൺ കളർ ബർഗണ്ടി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇതും വെൽവെറ്റിന്റെ ആട്ടോ. അപ്പൊ ഇതും നല്ല സോഫ്റ്റ് തന്നെയാണ് ഇങ്ങനെ ഇരിക്കാൻ. ഇതൊക്കെ ചാരിയിരിക്കാൻ നല്ല രസാട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ഹെഡ് റെസ്റ്റ് വരുന്നത്. അപ്പൊ നമ്മൾ കിടന്നിട്ട് നമ്മൾ അപ്പം തന്നെ ഇറങ്ങിപ്പോയി. അത്രയും സോഫ്റ്റ് ആണ് നമ്മുടെ ഈ ബെഡ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ബാക്കില് ഒരു പെയിന്റിങ് പോലെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനത്തെ ഓരോ ലൈൻസ് ആയിട്ടുള്ള ഒരു പെയിന്റിങ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് കൊണ്ട് ഇങ്ങനത്തെ ലൈൻസുകളൊക്കെ വരച്ചിട്ടുള്ള പെയിന്റിങ് ആണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ സീലിങ്ങിലും നമുക്ക് ലൈറ്റ് ഉണ്ട് കണ്ടോ. ഇതൊരു സ്ക്വയർ ലൈറ്റ് ആണ് കേട്ടോ. ഈ ഇത് ഇടുമ്പോ തന്നെ നമുക്ക് കുറെ വെളിച്ചം വരും. കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഇത് പ്രത്യേകത ഒരു യെല്ലോയിഷ് കളറാണ്. അതുകൊണ്ട് നമുക്കത് ഭയങ്കരമായിട്ട് എടുത്തും കാട്ടില്ല, എന്നാലും എടുത്തു കാട്ടും. അതുപോലത്തെ ഒരു ഇതാട്ടോ.
നല്ല രസമാണ് ഈ ഒരു സ്ക്വയർ ലൈറ്റ് കാണാൻ. പിന്നെ നമ്മുടെ ഫാൻ വരുന്നത്, ഫാൻ നമ്മൾ ചെറിയൊരു ഫാനാണ് മേടിച്ചത്. ചെറിയ ഫാൻ വരുമ്പോഴാണ് നമുക്ക് അത്യാവശ്യം കാറ്റൊക്കെ ഉണ്ടാവാം. അതുകൊണ്ടാണ് ഈ ഒരു ചെറിയ ഫാൻ മേടിച്ചത്. ഇവിടെ ചെറിയ ഫാനൊക്കെ ഇഷ്ടം. അപ്പൊ ഒരു ക്യൂട്ട്നെസ് ഒക്കെ ഉണ്ടാവില്ല റൂമിക്ക്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഫാൻ മേടിച്ചത്. പിന്നെ വരുന്നതാണ് നമ്മുടെ ഈ കേർട്ടൻ സാധാ ഒരു ബ്ലൈൻഡ്സ് പോലത്തെ കേർട്ടനാണ്. ഈ കളർ തന്നെയാണ് നമ്മുടെ ഈ സ്റ്റഡി ടേബിളും വരുന്ന കളറ്. ഇതെല്ലാം സെയിം ആണ്. ഈ വാതിലിന്റെ കളർ ആയിക്കോട്ടെ, ഇതിന്റെ കളറും അതിന്റെ കളറൊക്കെ സെയിം തന്നെയാണ് വരുന്നത്. അപ്പൊ ഒരു മാച്ച് ഉണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അപ്പൊ ഇതാട്ടോ നമ്മുടെ ബ്ലൈൻഡ്സ് വരുന്നത്. നമുക്കിങ്ങനെ ഇതുകൊണ്ട് നമുക്ക് മേലേക്ക് ആക്കാം, അടിയിലേക്ക് ആക്കാം. ഇത് മേലേക്ക് ഇങ്ങനെയാണ് വേണം നമുക്കിങ്ങനെ അടിയിലേക്കാക്കാം. അപ്പൊ അങ്ങനെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. പിന്നെയാണ് നമ്മുടെ ഇവിടെ ബാത്റൂം വരുന്നത്. പിന്നെ നമ്മുടെ റഗ് നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഒരു റഗ്ഗാട്ടോ. ഇവിടെ ഇങ്ങനെ വൈറ്റ് യാണുകളൊക്കെ വെച്ചിട്ട് നല്ല രസമാട്ടോ ഈ റഗ് കാണാൻ വേണ്ടിയിട്ട്. ഒരു നല്ലൊരു ഫ്ലോറൽ ആയിട്ടുള്ള ഇതിലൊരു മാച്ച് ആയിട്ടുള്ളൊരു റഗ്ഗാട്ടോ ഇവിടെ വന്നിരിക്കുന്നത്. കുറെ ഗ്രീൻസും അങ്ങനത്തെ കുറെ എല്ലാം കളേഴ്സും വെച്ചിട്ടുള്ള ഒരു ഇതാട്ടോ വരുന്നത്. ഈ റഗ് നല്ല രസമാട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ റൂം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടോ. ഇതൊക്കെ ബിഫോറും ആഫ്റ്ററൊക്കെ ആയിട്ട് നല്ല വ്യത്യാസമുണ്ട്. കാണുന്ന പോലെ തന്നെ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ ഇത്. അപ്പൊ ഞാൻ തന്നെ ചെയ്ത് കഴിഞ്ഞപ്പോ ഞാൻ തന്നെ നെറ്റിന്ന് വെച്ചാൽ ഭയങ്കര വ്യത്യാസമായി. പണ്ട് ഒരു രസം ഉണ്ടായിരുന്നില്ല ചെയ്യുന്നത്, സ്റ്റോറേജ് റൂം പോലെ ആക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇപ്പൊ ഒരു ഇതാക്കിയപ്പോ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും ഈ റൂം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തോളാം, എല്ലാവർക്കും ഇത് അയച്ചു കൊടുത്തോളാം. അപ്പൊ അവർക്കും വേണമെങ്കിൽ ഇങ്ങനത്തെ ഒരു റൂം പണിയാലോ. Thanks for watching. Bye.